ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനമായ ജീവനെ ആദരിക്കാനും സംരക്ഷിക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രമാണമാണ് കൊല്ലരുത് എന്നത്. നോമ്പ് കാലത്ത് ഈ കൽപ്പനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് കേവലം ഒരു ശാരീരിക കൃത്യത്തിനപ്പുറം നമ്മുടെ ഹൃദയത്തിന്റെ ഭാവങ്ങളെ ശുദ്ധീകരിക്കാനുള്ള വിളിയാണെന്ന് നാം തിരിച്ചറിയുന്നു. കൊല്ലരുതെന്ന കൽപ്പനയെ ഈശോ തന്റെ പർവ്വത പ്രസംഗത്തിലൂടെ വിപുലീകരിച്ചു. സഹോദരനോട് കോപിക്കുന്നവനും അവനെ നിന്ദിക്കുന്നവനും ന്യായവിധിക്ക് അർഹനാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. ഈശോയുടെ പീഡാനുഭവങ്ങൾ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. തന്നെ പരിഹസിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും കുരിശിലേറ്റുകയും ചെയ്തവർക്കെതിരെ അവിടുന്ന് ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. പകരം, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് അവിടുന്ന് കീഴ്പ്പെടുത്തി. പലപ്പോഴും നാം കയ്യിൽ ആയുധമെടുക്കാറില്ലെങ്കിലും നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്താറുണ്ട്. ഒരാളുടെ സൽപ്പേരിനെ നശിപ്പിക്കുന്നതും പരിഹാസത്തിലൂടെ മറ്റൊരാളുടെ ആത്മവിശ്വാസം തകർക്കുന്നതും 5-ാം കൽപ്പനയുടെ ലംഘനമാണ്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിലെ വിദ്വേഷം, പക, അസൂയ എന്നിവയെ ദഹിപ്പിച്ചു കളയാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ തളർത്തുന്ന വാക്കുകളല്ല, മറിച്ച് ജീവൻ നൽകുന്ന പ്രത്യാശയുടെ വാക്കുകളാണ് നമ്മുടെ അധരങ്ങളിൽ നിന്നും പുറപ്പെടേണ്ടത്. ജീവന്റെ നാഥനായ ദൈവമേ, അവിടുന്ന് നൽകിയ ജീവന്റെ ദാനത്തെ ആദരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ കോപവും വിദ്വേഷവും മാറ്റി ഈശോയെപ്പോലെ ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരിലും അവിടുത്തെ സാന്നിധ്യം കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.